ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗം നമ്മുടെ അഴുക്കു പിടിച്ച പാദങ്ങളെ തൊട്ടതിൻ്റെ ഓർമ്മ പെരുന്നാൾ. അപ്പമായി അവൻ ജീവൻ വാഴ്ത്തി പകുത്തു നൽകിയതിൻ്റെ ഓർമ്മ. പെസഹായുടെ പ്രാർത്ഥനകൾ പരസ്പരം നേരാം. കുരിശു വരച്ച് ഈ ദിവസം ആരംഭിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിനയത്തിൻ മാതൃക നൽകാൻ, സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ. വിനയത്തിൻ മാതൃക നൽകാൻ, സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ. സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. താലത്തിൽ വെള്ളമെടുത്തു, വെൺകച്ചയുമരയിൽ ചുറ്റി. മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 4-5 വാക്യം. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ചയും അരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ദൈവം മുട്ടുകുത്തിയ നേരം. സ്നേഹത്തോടെ നമ്മുടെ മുമ്പിൽ ദൈവം താന്നിറങ്ങി വന്ന ദിവസം. യോഹന്നാൻ 13:4-5 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, കർത്താവ് എഴുന്നേറ്റ് അവൻ്റെ മേലങ്കി മാറ്റി തൂവാല ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. ആരുടെ മുമ്പിലാണോ മാലാഖമാർ വിറയലോടെ കുമ്പിട്ടു നിൽക്കുന്നത്, അവൻ്റെ മനുഷ്യൻ്റെ ബലഹീനതകളുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നു. യജമാനൻ ദാസനാകുന്നു. മഹത്വം പൊടിയെ മണ്ണിനെ തൊടുന്നു. ഇത് കേവലം ഒരു എളിമയുടെ പ്രവൃത്തി മാത്രമല്ല, ഇത് വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലാണിത്. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ കാണുകയാണ്. അവൻ്റെ അധികാരം അവൻ സ്നേഹത്തിലൂടെ, ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തുകയാണ്. യഥാർത്ഥ അധികാരം ആത്മദാനത്തിലാണെന്ന് അവൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ദിവസം അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധി മറ്റുള്ളവർക്ക് മുകളിൽ നിൽക്കുന്നതല്ല, മറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ എളിമയോടെ താന്ന് നിൽക്കുന്നതാണെന്ന്. ഈ പെസഹ ആത്മശോധനയ്ക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ എളിമപ്പെടേണ്ടത് ആരുടെ മുമ്പിൽ? കർത്താവ് എന്നെ ക്ഷണിക്കുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മേഖലകൾ ഏതൊക്കെ? എൻ്റെ അഹങ്കാരത്തെ തകർത്ത് കർത്താവേ, അഹംഭാവമില്ലാതെ സ്നേഹിക്കാൻ, അംഗീകാരം തേടാതെ ശുശ്രൂഷിക്കാൻ, വില നോക്കാതെ നൽകാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിനെ അനുഗമിക്കുക എന്നാൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ തുടച്ച കർത്താവിൻ്റെ കൈത്തുവാല നമ്മൾ കൈകളിൽ പേറുക എന്നു തന്നെയാണ്. അത് ശുശ്രൂഷയുടെ കൈത്തുവാലയാണ്. ആ തുവാലയും കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നു, ഡു യു വിഷ് ടു റൈസ്, ബിഗിൻ ബൈ ഡിസെൻഡിങ്. നീ ഉയരാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ ആരംഭം താഴ്മയിലാകട്ടെ, എളിമപ്പെടലിലാകട്ടെ. യു പ്ലാൻ എ ടവർ ദാറ്റ് വിൽ പിയേഴ്സ് ദ ക്ലൗഡ്സ്. മേഘങ്ങളെ തുളയ്ക്കുന്ന ഗോപുരം പണിയാൻ നീ ആഗ്രഹിക്കുന്നു, ലേ ഫസ്റ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമിലിറ്റി. എളിമയുടെ അടിത്തറ പാകണേ. എളിമയിൽ ജീവിക്കാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.
കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഈ പ്രഭാതത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ നീ താന്ന് ഇറങ്ങി നിന്നതിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഈശോയെ, എൻ്റെ അഹംഭാവങ്ങളെ, എൻ്റെ തൻ പോരുമയെ നീ കഴുകി വെടിപ്പാക്കണമേ. ഈശോ, എളിമയുടെ കൃപ എനിക്ക് നൽകണമേ. മറ്റുള്ളവർക്ക് മുകളിൽ നിൽക്കാനുള്ള എൻ്റെ ആഗ്രഹത്തെ നീ തകർക്കണമേ. ശുശ്രൂഷിക്കാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ. ഈശോ, നൽകുക എന്നത് ബുദ്ധിമുട്ടേറുന്ന കാര്യമാകുമ്പോഴും നൽകാൻ തക്കവിധം സ്നേഹം എന്നിൽ നിറയ്ക്കണമേ. ഈശോയെ, നിന്റെ കരുണയുടെ ശുശ്രൂഷയുടെ കൈത്തുവാല എൻ്റെ കൈകളിൽ നീ വയ്ക്കണമേ. നിന്റെ ഹൃദയത്തിൻ്റെ പങ്ക്, ആത്മദാനത്തിൻ്റെ ചൈതന്യം എനിക്ക് പകർന്ന് തരണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനത്തിൽ, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന ദിനത്തിൽ എല്ലാ പുരോഹിതരെ ഓർത്തു നന്ദി പറഞ്ഞ്, പരിശുദ്ധ കുർബാനയോർത്തു നന്ദി പറഞ്ഞ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.